നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുവെന്ന് സൂചന നൽകുന്ന ആദ്യകാല ഗർഭലക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യണത്. ഒപ്പം എൻ്റെ പ്രഗ്നൻസി ലക്ഷണങ്ങളും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തന്നെ മെൻസസ് സ്കിപ്പാണെന്നാണ്. നമുക്ക് ഒരു കൃത്യമായിട്ട് പീരിയഡ്സ് ആവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പീരിയഡ്സ് ആവുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും പ്രഗ്നൻ്റായിട്ട് കണക്കാക്കാം. രണ്ടാമെന്ന് പറഞ്ഞാൽ ഓക്കാനും ഛർദി. അപ്പോൾ നമ്മൾ മോർണിംഗ് എണീക്കുമ്പം ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് മലമറ്റലുണ്ടാവുക അല്ലെങ്കിൽ ഛർദിയോടുകൂടി പോവുക. പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ക്രമേണ കൂടി വരുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ നമുക്ക് നോർമലി അപേക്ഷിച്ച് നമുക്ക് മൂത്രശങ്ക കൂടാം. അതായത് നമുക്ക് രക്തത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് യൂറിൻ ടെൻഡൻസി ഉണ്ടാവാം. നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടാകുന്ന ചേഞ്ചസ് ചിലപ്പം നമ്മൾ മൃദുലമായി ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും നമ്മുടെ ബ്രസ്റ്റ്. അത് ഈ 3 രീതിയിൽ നമുക്ക് വരാം. നമ്മുടെ മൂഡ് ചേഞ്ച് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, സങ്കടം വരിക, നമ്മൾ ആകെ ഒരു മൂഡ് ഓഫ് ആവണ ഒരവസ്ഥയായിരിക്കും. നമ്മുടെ വയറ് ചെറിയ രീതിയിൽ നമ്മുടെ വയറ് വീർത്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഈ പീരിയഡ്സിൻ്റെ ഡേറ്റിന് ഒരാഴ്ച മുന്നേ നമുക്ക് ചെറിയ സ്പോട്ടിങ് ഉണ്ടാവും. അത് ഇംപ്ലാമെൻറ്റേഷൻ ബ്ലീഡിങ് ആണ്. ചിലർ തെറ്റിദ്ധരിക്കുന്നു, അയ്യോ പീരിയഡ്സ് ആയെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ. നമ്മൾ ഒരിക്കലും അത് തെറ്റിദ്ധരിക്കരുത്. കാരണം പീരിയഡ്സിൻ്റെ ബ്ലീഡിങ്ങും നമ്മുടെ ഇംപ്ലാമെൻറ്റേഷൻ ബ്ലീഡിങ് നമുക്ക് തിരിച്ചറിയാം. പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നമുക്ക് സ്മെല്ലുണ്ടാവുക, ഇതിന് നമുക്ക് സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ 1-2 ദിവസം മാത്രമാണെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുക. നമ്മൾ പീരിയഡ്സ് ആണ് 4 ദിവസം മുമ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുക. അത് 2 ദിവസം. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ടൈമിൽ പോയി നമുക്ക് ബ്ലീഡിങ് കൂടുകയാണെങ്കിൽ നമ്മൾ പീരിയഡ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പീരിയഡ്സ് ആണ് തെറ്റിദ്ധരിച്ച് നമ്മുടെ ശരീരം വളരെയധികം അനക്കി നടക്കി നമ്മൾ ഭാരപ്പെട്ട പണികൾ ഒന്നും ചെയ്യരുത്. നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റേഷൻ ബ്ലീഡിങ് 2 ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഒരുപക്ഷെ നമ്മൾ പ്രഗ്നൻ്റ് ആവാം. ഭക്ഷണത്തോട് വെറുപ്പുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ തോന്നാം, കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവാം. പിന്നെ നമുക്ക് സ്മെല്ല് അത് ഉണ്ടാവാം, നമുക്ക് തലകറക്കം ഉണ്ടാവാം, പിന്നെ മൈൽഡായിട്ട് നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവാം. ഇത് ഗന്ധങ്ങൾ നമുക്ക് മണത്തിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് മലമലത്തിലുണ്ടാവാം. നമുക്ക് ആ മണം കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ഇറിറ്റേറ്റഡ് പോലെ ഫീൽ ചെയ്യാം. ശരിക്കും ഒരു നോർമലി നമ്മുടെ എയർലി പ്രഗ്നൻസിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിലെല്ലാ സിംറ്റംസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ സിംറ്റംസും എനിക്കുണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞ ഓരോ വ്യക്തികൾക്കും വ്യത്യാസമായിരിക്കും. എനിക്ക് ആകെ ഉണ്ടായ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പീരിയഡ്സിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് വയറ് കൊളുത്തി പിടിക്കുന്ന പെയിനാണ് ഉണ്ടായത്. അതായത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് വയറ് കൊളുത്തി പിടിക്കുന്ന വേദന ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ മാത്രമല്ല, എൻ്റെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നു എനിക്ക് വയറ് കൊളുത്തി പിടിക്കുന്ന വേദന ഉണ്ടായിരുന്നു. 2 സൈഡിലുണ്ടെങ്കിലും കൂടുതൽ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചിരുന്നു, ഇനി പ്രഗ്നൻ്റ് അല്ല, ഇനി പീരിയഡ്സ് ആവുന്നതാണോ വെച്ചിട്ട് ശരിക്കും വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പം ചിലപ്പോൾ ഒരു പക്ഷേ വളരെ റയറായിട്ട് ചിലപ്പോൾ നമുക്ക് ഈ വയറുവേദന പറഞ്ഞ് പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാകാം എന്നുള്ളത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇത് വളരെയധികം ശ്രദ്ധിച്ചു. കുനിഞ്ഞ് ഒന്നും എടുക്കാനോ ഒന്നും പണിയെടുക്കാനോ നിന്നില്ല. ഞാൻ നല്ല രീതിക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആണ്, നമ്മുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്കും ആ ദിവസങ്ങൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആളോടും പറഞ്ഞു, ഇനി പ്രഗ്നൻ്റ് ആവാതിരിക്കുമോ പേടിയൊന്നും, കാരണം നല്ല വയറുവേദന എടുക്കണമെങ്കിൽ പേടിയാണ്. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം ആൾക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതാരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരം ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റിൽ ഞാൻ പീരിയഡ്സ് ആയില്ല. അപ്പം ഞാൻ അന്നത്തെ ദിവസം മോർണിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫേക്ക് പിങ്ക് ലൈനാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ആകെ സങ്കടം, കാരണം ഫേക്ക് പിങ്ക് ലൈൻ എന്താണെന്ന് എനിക്ക് ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആൾ ഓഫീസിൽ പോയി കഴിഞ്ഞ ശേഷം ആകെ വിഷമമായി. ഓഫീസിൽ പോയതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫേക്ക് പിങ്ക് ലൈൻ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രഗ്നൻസി ആണ് എന്നുള്ളതായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ പറയണ പോലെ 48 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ കൃത്യം 48 മണിക്കൂർ കഴിഞ്ഞ് മോർണിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് പോസിറ്റീവായി. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ചിലപ്പോൾ നമ്മൾ അവഗണിക്കുന്ന ലക്ഷണമായിരിക്കും നമ്മുടെ പ്രഗ്നൻസി എന്ന് പറയണത്. നമ്മളൊരു അമ്മയാവാൻ പോകുന്നത് ചിലപ്പോൾ നമ്മളത് അവഗണിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കുണ്ടാവുന്ന ആ സന്തോഷം നമുക്കില്ലാതാവും. ഇപ്പം ഞാൻ ആ പെയിന് ഞാനത് ശ്രദ്ധിക്കാതെ വിട്ടിരുന്നെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ പൊന്നുമോളെ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. കാരണം നമ്മൾ
അത് മറന്ന് നമ്മൾ നമ്മുടെ ജോലിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി നമുക്ക് നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് ഉണ്ടാകുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊന്നും ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും പല വിധത്തിലായിരിക്കാം. അപ്പോൾ എന്ത് ലക്ഷണങ്ങൾ വന്നാലും നമ്മളൊരിക്കലും ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ പോകണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൂടെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അമ്മയാവുന്ന തയ്യാറെടുപ്പിലാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കാതെ മുന്നോട്ട് പോവുക. അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും നിങ്ങൾക്ക് എത്രയും വേഗം ഒരു അച്ഛനമ്മയാവാനുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ.